ഞങ്ങൾ ഇന്ന് പോകുന്നത് മാർക്കോ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമാണ്. ഗിൽറ്റും മോനും കൂടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നോളാന്ന് പറഞ്ഞു. മോനെ അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ തൃപ്പൂണിത്തറയിൽ ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് നേരെ മെട്രോ കയറിപ്പോയി. പക്ഷേ ഞങ്ങൾക്കൊരു പണി കിട്ടി. തൃപ്പൂണിത്തറയിൽ വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ റോഡ് സൈഡിൽ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ പാർക്ക് ചെയ്തു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു 250 റുപ്പീസിൻ്റെ ചലൻ വന്നായിരുന്നു ഫോണിലോട്ട്. അപ്പോൾ സെൻട്രൽ സ്ക്വയറിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എത്തി 1:15 പടം. പക്ഷേ ഒരു 15 മിനിറ്റ് അവരുടെ ഒരു ആഡാണ്. 1:30ക്കാണ് ശരിക്കും പടം തുടങ്ങുള്ളൂ. റിലീസൊക്കെ കഴിഞ്ഞ് കുറച്ചായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്ന്. പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂവി കഴിഞ്ഞ് ഞാൻ ഗിൽറ്റോനെ വിളിച്ചപ്പോഴാണ് അവർ ലുലു മാളിൽ എത്തിയെന്ന് പറഞ്ഞത്. കാരണം സെൻട്രൽ സ്ക്വയറിൽ ഇൻഡോർ പാർക്ക് അവർക്ക് കണ്ടുപിടിക്കാനായില്ല, ഉണ്ടോയെന്ന് അറിയില്ല ഇപ്പോഴും. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ എത്തി. എന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞാൻ ലുലു മാളിൽ എത്തിയപ്പോഴുണ്ടടാ അതേ ലല്ലൂസ് ട്രെയിൻ കയറി വരുന്നു. നമ്മൾ വിചാരിക്കും അപ്പയും മോനും കൂടെ അവിടെ ചില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി ഇവനാണെങ്കിൽ ഇവനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു സ്ഥലത്ത് നിൽക്കില്ല, എൻ്റെ പിന്നാലെ നമ്മൾ കൂടെ നടക്കണം. അങ്ങനെ എന്നെ കുറേ നേരം കാണാതിരുന്നിട്ട് പിന്നെ കണ്ടപ്പോൾ ലല്ലൂസ് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര അലമ്പായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് പിസ്സ അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് കണ്ടത്. അങ്ങനെ അനൗൺസ്മെൻറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഗിൽറ്റോനെ വിളിച്ച് വേഗം ഓടി. അപ്പോഴാണ് നമ്മുടെ ദിൽഷയും റംസാനും കൂടെ റിയൽമിയുടെ എന്തോ സംഭവത്തിനൊക്കെ വന്നത്. അങ്ങനെ എനിക്ക് ശരിക്കും അവരെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും അവരെ കണ്ടു. ഭയങ്കര അടിപൊളിയാണ് കാണാനൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നേരെ ഫ്രണ്ടിലോട്ട് വന്നു. അത് ശരിക്കും റംസാൻ എൻ്റെ തൊട്ടടുത്തായിരുന്നു. റംസാൻ്റെ ഈ ചിരി എൻ്റെ നേരെ ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, ക്വിസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇവർക്ക് എന്തോ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ഉള്ളിലേക്ക് കയറി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. വീണ്ടും നമ്മുടെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലെത്തി. കാറിൻ്റെ അവിടേക്ക് നടന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.